ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഷോമി എന്നുള്ള കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെഡ്മി 8 എന്നുള്ള ഫോൺ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആ ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടി ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി, സൈഡ് ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് രീതിയിലാണ് ഈ ഫോണിൻ്റെ ബിൽഡ് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ബാക്ക് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഗ്ലൗസി ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോലെ ഫിനിഷുള്ള രീതിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ P2I നാനോ കോട്ടിംഗ് ടെക്നോളജി ഉണ്ട്, അതായത് സ്പ്ലാഷ് പ്രൂഫ്. ചെറിയ രീതിയിൽ വെള്ളം തട്ടിയാലും വെള്ളം കുടഞ്ഞാലും ചാറ്റൽ മഴ കൊണ്ടാലൊന്നും ഫോണിന് ഇഷ്യൂ ഉണ്ടാകാത്ത ഒരു കോട്ടിംഗ് ടെക്നോളജിയാണ് ഈ P2I നാനോ കോട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിലും റെഡ്മി 8 എന്നുള്ള ഫോണിലും അവൈലബിൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും ഷോമി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇതുകൊണ്ട് പറയാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ എന്നാണ് റെഡ്മി വിളിക്കുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെറിയ രീതിയിലുള്ള കട്ടിങ്, ഡ്യൂ ഡ്രോപ്പ് നോച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പറയും. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ കട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 9.4 മില്ലിമീറ്റർ കട്ടി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ചൊരു കട്ടി കൂടിയ ഒരു സെറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുമ്പോൾ 188 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. സാധാരണ നമുക്ക് റെഡ്മി 7 അതിന് മുമ്പുള്ള ഈ ഒരു സീരീസ് ഫോണൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഫോണുകളാണ്. പക്ഷേ ഇവിടെ കുറച്ചൊരു സൈസ് കൂടിയ ഫോണാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ബാറ്ററി കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ബാറ്ററി കാര്യത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 6.22 ഇഞ്ച് HD+ റെസൊല്യൂഷനുള്ള IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ HD+ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1520x720 റെസൊല്യൂഷൻ ആണ് വരുന്നത്. ഏകദേശം 19:9 നീളത്തിൽ നമുക്ക് 19:9 ആണ് വീതിയിൽ, അങ്ങനത്തെ റേഷ്യോയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതായത് ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ തന്നെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിൻ്റെ രീതിയിൽ തന്നെയാണ് ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 270 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് എന്നുള്ള രീതിയിലൊക്കെ. അതായത് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആയാലും ഇതിൻ്റെ സൈസ് ആയാലും ബിൽഡ് ആയാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള റെഡ്മി 8A എന്നുള്ള ഫോണിൻ്റെ അതേ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ്മി 8ലും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് Android 9 ബേസ്ഡ് അല്ലെങ്കിൽ Android Pie ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് MIUIയുടെ വേർഷൻ 10ഉം നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു രീതിയിലാണ്. MIUIയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സർ കാര്യത്തിലേക്ക് വരുമ്പോൾ Snapdragon 439 Octa കോർ പ്രൊസസ്സറാണ് വന്നിട്ടുള്ളത്. റെഡ്മി 8Aയിലും ഇതേ ഒരു പ്രൊസസ്സറായിരുന്നു വന്നിരുന്നത്. തീർച്ചയായിട്ടും റെഡ്മി 8Aയും 8ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റം വരണമായിരുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ റെഡ്മി 7 എന്നുള്ള ആ ഒരു ഫോണിന് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് റെഡ്മി 8 ഇറക്കുന്നത്. അപ്പോൾ റെഡ്മി 7ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് Snapdragon 632 പ്രൊസസ്സറായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 439ലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഡീഗ്രേഡിങ്, അതായത് ഇതിൻ്റെ പെർഫോമൻസ് കുറക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് എന്നുള്ള കാര്യം ഷോമി തന്നെ മറുപടി തരേണ്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഈ Snapdragon 439 Octa കോർ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കോറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1.95 GHz സ്പീഡിൽ തരുന്ന Cortex A53 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. പിന്നെ ബാക്കിയുള്ള 4 കോറുകളെ കുറിച്ച് പറയുമ്പോൾ 1.45 GHz മാക്സിമം സ്പീഡ് തരുന്ന Cortex A53 ബേസ്ഡ് ആയിട്ടുള്ള തന്നെ കോറുകളാണ്. ഇങ്ങനെ 8 കോറുകളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ടെക്നോളജി പറയുമ്പോൾ നമുക്ക് 12 നാനോമീറ്റർ ഫിൻഫിറ്റ് ടെക്നോളജിയിലാണ് ഈ ഒരു പ്രൊസസ്സർ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുമ്പോൾ Adreno 505 GB ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രൊസസ്സർ ഗ്രാഫിക്സ് കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് റാം മെമ്മറി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് ആകെ ഒരു വേർഷൻ മാത്രമാണ് ഉള്ളത്.
4GB റാം 64GB ഇന്റർണൽ മെമ്മറി ഉള്ള ഒരു വേർഷനാണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ടും അവൈലബിൾ ആണ്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റാം മെമ്മറി കാര്യത്തിലേക്ക് റെഡ്മി 8 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി 8ൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ റാം വേർഷനും അതേപോലെ തന്നെ ഇന്റർണൽ മെമ്മറി വേർഷനും വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡുവൽ ക്യാമറയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. റെഡ്മി 8ൽ നമുക്ക് സിംഗിൾ ക്യാമറ ആയിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ക്യാമറ സെൻസർ എടുക്കുമ്പോൾ 2 ഫോണിലും സെയിം ആണ്. സോണിയുടെ IMX 363 എന്നുള്ള 12 മെഗാ പിക്സൽ സെൻസറാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പിന്നെ അതിനോട് കൂടെ നമുക്ക് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും അവൈലബിൾ ആണ്. അതായത് പോർട്രേറ്റ് മോഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെപ്ത് സെൻസർ സഹായിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ക്യാമറയെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ f1.8 അപ്പർച്ചർ വാല്യൂ ഉള്ള ലെൻസാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1.4 മൈക്രോൺ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പിക്സൽ സൈസ് കൂടിയ ഒരു സെൻസറാണ് ഇത്. തീർച്ചയായിട്ടും നമുക്ക് ഈ IMX 363 സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഷോമിയുടെ തന്നെ പോക്കോ F1 അതേപോലെ തന്നെ അസൂസിൻ്റെ സെൻഫോൺ 5C ഈ ഫോണുകളിലൊക്കെ ഉപയോഗിച്ച ആ ഒരു സെൻസറാണ്. ആ ഒരു ക്യാമറ സെൻസർ ഇത്രയും ചീപ്പ് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ നോക്കുമ്പോൾ റെഡ്മി 8യേക്കാളും കുറച്ചൊരു അപ്ഗ്രേഡിങ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 8 മെഗാ പിക്സൽ റെസൊല്യൂഷനിലെ f2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ലെൻസാണ് വന്നിട്ടുള്ളത്. ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ റെഡ്മി 8യും 8ഉം ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. ഒരേ ക്യാമറ ആണ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1080p അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബാറ്ററി കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 5000 mAh ബാറ്ററി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജർ നമുക്ക് 18 വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും. റെഡ്മി 8ലും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ കൂടെ വരുന്നത് 10 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. കഴിഞ്ഞ പ്രാവശ്യം റെഡ്മി 7 അല്ലെങ്കിൽ റെഡ്മി 7ലൊക്കെ നമുക്ക് 5 വാട്ട് ചാർജറായിരുന്നു. ഇപ്പോൾ 10 വാട്ട് ചാർജറിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അതൊരു അപ്ഗ്രേഡിംഗ് ആണ്. പക്ഷേ നമുക്ക് റെഡ്മി 8യും 8ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യത്തിലൊന്നും മാറ്റമില്ല. രണ്ടും ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ഇതിൻ്റെ സെൻസേഴ്സ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ബേസിക് സെൻസേഴ്സും ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് പറയാൻ സാധിക്കുക ഇതിൽ ബാക്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് Type-C പോർട്ടാണ്. അതേപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. പിന്നെ IR ബ്ലാസ്റ്റർ സെൻസർ ഇവിടെയും അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഡുവൽ വോൾട്ടേജ് സപ്പോർട്ടാണ്. സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് റെഡ്മി 8ൽ ഉള്ള അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ ഒരു വേരിയൻ്റ് ആണ് ഉള്ളത് 4GB റാം 64GB ഇന്റർണൽ മെമ്മറിയുള്ള വേർഷൻ. ഇതിന് വില വരുന്നത് 7999 രൂപയാണ്. അതായത് 8000 രൂപയാണ് വില വരുന്നത്. ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ mi.com-ലുമാണ് ഇത് വിൽപ്പനയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റെഡ്മി 8 എന്നുള്ള ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കൺക്ലൂഡായിട്ട് പറയാനുള്ളത് നമുക്ക് റെഡ്മി 8യുടെ അതേ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് റെഡ്മി 8ൽ വരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡുവൽ ക്യാമറയാണ് ബാക്കിൽ വരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള ക്യാമറ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ എക്സ്ട്രാ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട് റെഡ്മി 8ൽ. അതേപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് 4GB റാം വേരിയൻറ്റ് അതേപോലെ തന്നെ 64GB ഇന്റർണൽ മെമ്മറി ഉള്ള വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഇത്രയും 3 മാറ്റങ്ങളാണ് റെഡ്മി 8യും റെഡ്മി 8ഉം തമ്മിലുള്ള മാറ്റം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ റെഡ്മി 8 എന്നുള്ള ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് റെഡ്മി 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ റെഡ്മി 8ൽ പ്രൊസസ്സർ മാറ്റം വരണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ റെഡ്മി 8 എന്നുള്ള ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, that's all. Thanks for watching this video.